ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും സംസ്ഥാന സർക്കാരും CPM-ഉം പഴയ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാര ലംഘനത്തിലൂടെ നവോത്ഥാനമുണ്ടാക്കാമെന്ന സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും മൂഢവിശ്വാസം, അയ്യപ്പ വിരുദ്ധ നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്, അല്ല തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇക്കാര്യത്തിൽ ഇതേവരെ സംസ്ഥാന സർക്കാരോ CPM-ഓ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഒന്നുകിൽ ഞങ്ങൾ ആചാര ലംഘനം നടത്തി ശബരിമല വിരുദ്ധ നിലപാടാണ്, അയ്യപ്പ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയണം. അല്ലെങ്കിൽ ശബരിമലക്കെതിരെ അയ്യപ്പ വിരുദ്ധ നിലപാടിൽ നിന്നും ഭക്തജനങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നിലപാടിൽ മാറ്റം വരുത്തി എന്ന് സംസ്ഥാന സർക്കാർ CPM-ഉം വ്യക്തമാക്കണം. പക്ഷെ ഇപ്പോഴവർ രണ്ടുപേരും, സംസ്ഥാന സർക്കാരും CPM-ഉം മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരും CPM-ഉം നിലപാട് വ്യക്തമാക്കാത്തത്? ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഈ അവസരത്തിൽ BJP ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ ഭക്തജനങ്ങൾക്കെതിരായി ആചാര ലംഘനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നേരത്തെ നൽകിയിട്ടുണ്ട്. അത് പിൻവലിച്ച് ആചാര സംരക്ഷണത്തിന് അനുകൂലമായി, ഭക്തജനങ്ങൾക്ക് അനുകൂലമായി പുതിയ സത്യവാങ്മൂലം കൊടുക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് നാളെ ഫെബ്രുവരി 24-ാം തീയതി വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ അയ്യപ്പ ജ്യോതിയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാര സംരക്ഷണത്തിനും ഭക്തന്മാർക്കും അനുകൂലമായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകണം. മാത്രമല്ല, ആചാര സംരക്ഷണത്തിനു വേണ്ടി നാമസങ്കീർത്തന യാത്രകളിൽ പങ്കെടുത്ത ഭക്തന്മാരുടെ പേരിലുള്ള കള്ളക്കേസ് പിൻവലിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും അയ്യപ്പ വിരുദ്ധ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നാളെ ഫെബ്രുവരി 24-ാം തീയതി BJP അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും BJP പ്രവർത്തകന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ശബരിമല വിഷയത്തിൽ സദ്ബുദ്ധി തോന്നിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശബരിമലയുടെ കവാടമായിട്ടുള്ള ചെങ്ങന്നൂരിൽ ഫെബ്രുവരി 25-ാം തീയതി അയ്യപ്പ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലും ആയിരക്കണക്കിന് BJP പ്രവർത്തകരും ഭക്തജനങ്ങളും പങ്കെടുക്കും.